സ്വാമി ഗംഗേശാനന്ദയുടെ ജനനേന്ദ്രിയം ഛേദിച്ച സംഭവത്തിൽ 2 കേസുകളാണ് ക്രൈംബ്രാഞ്ച് രജിസ്റ്റർ ചെയ്തത്. ഇതിൽ ഗംഗേശാനന്ദ പെൺകുട്ടിയെ പീഡിപ്പിച്ചു എന്ന കേസിലാണ് കോടതിയിൽ കഴിഞ്ഞ ദിവസം കുറ്റപത്രം സമർപ്പിച്ചത്. ഗുരുതര പിഴവുകളെ തുടർന്നാണ് തിരുവനന്തപുരം അഡീഷണൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് എൽസ കാതറിൻ ജോർജ് കുറ്റപത്രം അടക്കിയത്. ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി ഷൌക്കത്ത് സമർപ്പിച്ച കുറ്റപത്രത്തിൽ പ്രാരംഭഘട്ടത്തിൽ കേസ് അന്വേഷിച്ച പേട്ട പോലീസ് തയ്യാറാക്കിയ സീൻ മഹസർ അടക്കമുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടില്ല. ഏറെ വിവാദം സൃഷ്ടിച്ച കേസിലാണ് ക്രൈംബ്രാഞ്ച് അശ്രദ്ധമായി കുറ്റപത്രം സമർപ്പിച്ചത്. 2020-ൽ സ്വാമി DGPക്ക് നൽകിയ പരാതിയിൽ തന്നെ കേസിൽ കൊടുക്കാൻ ചില പോലീസ് ഉദ്യോഗസ്ഥരടക്കം ശ്രമിക്കുന്നതിലെ ഗൂഢാലോചന അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. 2017 മെയ് 19 പുലർച്ചെയാണ് സ്വാമി ഗംഗേശാനന്ദയുടെ ജനനേന്ദ്രിയം ഛേദിക്കപ്പെട്ടത്. ഇതിനുശേഷം വീടിന് പുറത്തേക്കിറങ്ങി ഓടിയ പെൺകുട്ടിയെ ഫ്ലൈയിങ് സ്ക്വാഡാണ് സ്റ്റേഷനിലെത്തിച്ചത്. വീട്ടിൽ പൂജയ്ക്കെത്തുന്ന സ്വാമി തന്നെ നിരന്തരം പീഡിപ്പിച്ചിരുന്നെന്നും പീഡനം സഹിക്കവയ്യാതെയാണ് താൻ സ്വാമിയുടെ ജനനേന്ദ്രിയം ഛേദിച്ചതെന്നുമായിരുന്നു പെൺകുട്ടി പോലീസിന് ആദ്യം മൊഴി നൽകിയത്. കണ്ണമ്മൂലിലുള്ള പെൺകുട്ടിയുടെ വീട്ടിൽ വെച്ചാണ് സംഭവം നടക്കുന്നത്. മൊഴിയുടെ അടിസ്ഥാനത്തിൽ സ്വാമിക്കെതിരെ ലൈംഗിക പീഡനത്തിന് കേസെടുത്തിരുന്നു. ഇതേ മൊഴി പെൺകുട്ടി മജിസ്ട്രേറ്റിന് നൽകിയ രഹസ്യമൊഴിയിലും ആവർത്തിച്ചിരുന്നു. എന്നാൽ പെൺകുട്ടി പിന്നീട് ഹൈക്കോടതിയിൽ നൽകിയ സത്യവാങ്മൂലത്തിൽ സ്വാമി ഒരിക്കലും തന്നെ പീഡിപ്പിച്ചിരുന്നില്ലെന്ന് വ്യക്തമാക്കി. സ്വയം ലിംഗഛേദനം നടത്തിയതാണെന്ന നിലപാട് ഗംഗേശാനന്ദയും സ്വീകരിച്ചു. വീണ്ടും നിലപാട് മാറ്റിയ സ്വാമി ഉറങ്ങിക്കിടന്ന തന്നെ ഒരു കൂട്ടം ആൾക്കാർ ആക്രമിച്ച് ലിംഗഛേദനം നടത്തിയതാണെന്ന് പറഞ്ഞു. ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണത്തിൽ പെൺകുട്ടിയും സ്വാമിയുടെ മുൻ ശിഷ്യനുമായ കൊല്ലം സ്വദേശി അയ്യപ്പദാസുമായുള്ള ബന്ധം എതിർത്തതാണ് കേസിനിടയാക്കിയ സംഭവമെന്ന് വ്യക്തമായി. ഇരുവരുടെയും ബന്ധത്തെ സ്വാമി ശക്തമായി എതിർത്തതിനാൽ ആദ്യം സ്വാമിക്കെതിരെ കേസ് കൊടുക്കാനാണ് പെൺകുട്ടി തീരുമാനിച്ചത്. പിന്നീട് തീരുമാനം മാറ്റി. സംഭവ ദിവസം പെൺകുട്ടിയും അയ്യപ്പദാസും കൊല്ലം ബീച്ചിൽ വെച്ച് കണ്ടുമുട്ടിയെന്നും അവിടെ വെച്ചാണ് കൃത്യം നിർവഹിക്കുന്നതിനുള്ള കത്തി അയ്യപ്പദാസ് കൈമാറിയെന്നതുമാണ് കുറ്റപത്രത്തിൽ പറയുന്നത്. പെൺകുട്ടി ലിംഗഛേദനം നടത്തിയെന്നും ക്രൈംബ്രാഞ്ച് കണ്ടെത്തി. അഡ്വക്കേറ്റ് ജനറലിന്റെ നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് പീഡന പരാതിയിൽ സ്വാമിക്കെതിരെയും ലിംഗഛേദനത്തിനെതിരെ പെൺകുട്ടിക്കും ആൺസുഹൃത്ത് അയ്യപ്പദാസിനുമെതിരെ വ്യത്യസ്ത കുറ്റപത്രം നൽകാൻ ക്രൈംബ്രാഞ്ച് തീരുമാനിച്ചത്. രണ്ടാമത്തെ കുറ്റപത്രം നൽകാൻ തയ്യാറെടുക്കുന്നതിനിടെയാണ് കോടതിയിൽ നിന്ന് തിരിച്ചടി നേരിട്ടത്. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.